ഇവിടെ കുറച്ച് മഷ്റൂം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇനി ഇരുന്ന് ചീത്തയാവണ്ടെന്ന് വെച്ചിട്ട് അതൊരു മഷ്റൂം ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് മോളെടുത്തിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിസ്റ്റർ സോസ് ഒഴിച്ചിട്ടുണ്ട്. ആ മഷ്റൂമിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കണേ, നല്ല കൂണേലുമാക്കാൻ വേണ്ടി. ഓയിസ്റ്റർ സോസ് ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഇച്ചിരി സോയാ സോസോ ചില്ലി സോസോ അതും അല്ലെങ്കിൽ ഇച്ചിരി ചില്ലി പൗഡറോ എന്തെങ്കിലും ഇട്ടാൽ മതിയേ. ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ മഷ്റൂം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ചുമ, തൊണ്ട ചൊറിയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ നോക്കുന്നത്. അത് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് വേകുകയും ചെയ്യട്ടെ. അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് പറ്റി വന്നോട്ടെ. 3 മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മഷ്റൂം ഒന്ന് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഞാനിതിലേക്ക് അങ്ങ് മറിച്ചിടാം, അല്ലാതെ പൊട്ടിപ്പോകുന്നത്. ഇങ്ങനെ ഇട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഈ ഓംലെറ്റ് ഞാനിങ്ങനെ മറിച്ചിട്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇതിവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നേ. ഇപ്പം അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം.